കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായ ഒരു മിഷൻ മോഡ് പ്രോജക്റ്റാണ് ഈ ജില്ലാ പദ്ധതി എന്നത്. ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ പൗരന്മാർക്ക് ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്ന സേവനങ്ങൾ അത് ഇലക്ട്രോണിക് ആയി അവരുടെ വീടിന്റെ അടുത്ത് കിട്ടുക എന്നുള്ളതാണ്. പല ഓഫീസുകളിൽ കയറിയിറങ്ങി പല സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വേറൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള രീതി മാറി ഒറ്റ ആപ്ലിക്കേഷനിൽ കൂടി അവർക്ക് ഇത് സാധ്യമാകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ഉദ്ദേശം. എന്നാൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കേരളത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളമാണ് എല്ലാ ജില്ലയിലും ഈ പദ്ധതി നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ ഗുണപരമായിട്ട് ഉള്ള കുറെ മാറ്റങ്ങളും ഇംപ്രൂവ്മെന്റുകളും ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ജില്ലാ പദ്ധതി കേരളത്തിന്റെ 14 ജില്ലകളിൽ നടപ്പാക്കി അതിന്റെ ആദ്യ പടിയായിട്ട് റവന്യൂ വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന ജാതി സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് മുതലായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള 23 സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ ഈ ജില്ലാ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ആളുകൾ അവരുടെ ഈ 23 സർട്ടിഫിക്കറ്റുള്ള അപേക്ഷ അവരുടെ അടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ വഴി അപ്ലൈ ചെയ്യുക. അപേക്ഷ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് അതാത് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും അത് ഇലക്ട്രോണിക് ആയിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ കൂടി പ്രോസസ്സ് ചെയ്തിട്ട് വളരെ വേഗം, വളരെ സുതാര്യതയോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റുകൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അത് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇട്ട് ഡാറ്റാബേസിലേക്ക് പോകുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് പോയി എന്നുള്ളത് ആ അപേക്ഷ കൊടുത്ത അപേക്ഷകന് മൊബൈലിൽ കൂടി ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആ മെസ്സേജ് കിട്ടിയതിന് ശേഷം അവർക്ക് അക്ഷയ സെന്ററിൽ ചെന്ന് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ RC ബുക്ക് ഇലക്ട്രോണിക് ആയിട്ട്, ഇങ്ങനെയുള്ള പല സർവീസുകളും അധികം താമസിയാതെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് ജനങ്ങളിലുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് റേഷൻ കാർഡ്. പുതിയ റേഷൻ കാർഡ് കിട്ടുക, പുതിയ ആളുകളുടെ പേര് ചേർക്കുക, ചില ആളുകളുടെ പേര് മാറ്റുക, ഇത്തരം സർവീസുകളും എല്ലാം ഈ ജില്ലാ പദ്ധതിയുടെ ഭാഗമാക്കി ഒരു ഒറ്റ പോർട്ടലിൽ നിന്ന് ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റുകളിൽ ഇതിന്റെ ഏറ്റവും സുതാര്യത ഉറപ്പുവരുത്താനും അതുപോലെ ഓരോ ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാത്ത രീതിയിൽ ആദ്യത്തെ വന്ന അപേക്ഷകന് ആദ്യം അവരുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും, ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. ആദ്യം വന്ന ആളെ ആദ്യം പരിഗണിക്കുക. ഇത് ഈ മാസം ഏപ്രിൽ 22 തീയതി മുതൽ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപേക്ഷകരെ അതുകൊണ്ട് അവസാനത്തെ നിമിഷം വരെ കാത്തു നിൽക്കാതെ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷ ചെയ്യുന്ന ആളുകളെ എത്രയും നേരത്തെ അവരുടെ അപേക്ഷകൾ കൊടുക്കുക. അവസാന നിമിഷം ചെന്ന് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർക്കോ തഹസീൽദാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് ആ ക്യൂ അനുസരിച്ച് മാത്രമേ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു അപേക്ഷകന് എന്തെങ്കിലും അവരുടെ കൂടുതൽ വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് വല്ല എൻക്വയറി ആവശ്യമുള്ളതാണ്, കൂടുതൽ പരിശോധന ആവശ്യമുള്ളതാണെങ്കിൽ അത്തരം അപേക്ഷകളെ അവർക്ക് ഒരു കാരണം എഴുതിയിട്ട് അടുത്ത അപേക്ഷ എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരൊരു എന്തെങ്കിലും കാരണത്താൽ അപേക്ഷ മാറ്റിവെച്ചിട്ട് ഡെഫർ ചെയ്തിട്ട് അടുത്ത അപേക്ഷ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന കാരണം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കൂടി ഈ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ മാറ്റിവെച്ചിട്ട് അടുത്ത ആളുടെ നോക്കിയത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം പൊതുജനത്തിന്റെ മുന്നിൽ വളരെ സുതാര്യമായിട്ട് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതേ രീതിയിൽ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഇലക്ട്രോണിക് സർവീസിലേക്ക് വരുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ആദ്യം വരുന്നവരെ ആദ്യം കൺസിഡർ ചെയ്യുന്ന ആ രീതി നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വകുപ്പുകളിലും, ഈ ജില്ലാ പദ്ധതിയുടെ സർവീസിലേക്ക് വരുന്ന എല്ലാ വകുപ്പുകളിലും ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സാധാരണ പൗരൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് പോലെ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നാൽ എത്രയും വേഗം പോയി ഈ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ആരെ വിളിച്ചു പറഞ്ഞാലും ഒരു വില്ലേജ് ഓഫീസർക്കോ തഹസീൽദാർക്കോ ഈ ക്യൂ ബ്രേക്ക് ചെയ്ത് പോകാൻ അവർക്ക് സാധ്യമല്ല. കാരണം സാങ്കേതികമായിട്ട് അത് ഫിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പൗരന്മാരോട് ഉള്ള ഒരു പ്രത്യേക അഭ്യർത്ഥന, അവർക്ക് ഈ റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഏത് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ഒട്ടും താമസിക്കാതെ പോയി അവരുടെ അപേക്ഷ അക്ഷയ സെന്ററിൽ കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ താമസിച്ച് അവസാന നിമിഷം വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനും അവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. കാരണം ആദ്യം വന്നവരെ ആദ്യം കൺസിഡർ ചെയ്യുന്നുള്ളത് നമ്മൾ സാങ്കേതികമായി കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് നിജപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഈ പദ്ധതിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ എവിടെ നിന്നും അപേക്ഷകൾ കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കാസർഗോഡുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വരുമ്പം ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും അയാൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആ അപേക്ഷ ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടർ മുഖേന കാസർഗോഡ് ഓഫീസിലെത്തുകയും അവിടുന്ന് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് എനി ടൈം എനിവെയർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പദ്ധതിയുടെ വേറൊരു പ്രത്യേകത. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടി ഉള്ളതായതുകൊണ്ട് ഒരിക്കൽ ജനറേറ്റ് ചെയ്ത് ഡാറ്റാബേസിൽ കിടക്കുന്നത് കൊണ്ട് ആ സർട്ടിഫിക്കറ്റിലെ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഏത് ഇന്റർനെറ്റ് സെന്ററിലോ അക്ഷയ സെന്ററിലോ ചെന്ന് കോപ്പി എടുക്കാനുള്ള സാധ്യതയുണ്ട്. വേറെ ഒരു പ്രത്യേകത ഈ പദ്ധതിക്കുള്ളത്, നമ്മൾ ഒരിക്കൽ പോയി രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിലെ നമ്മൾ ഉപോത്ബലകമായ തെളിവുകളായിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളോ രേഖകളോ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രാവശ്യം നമ്മൾ വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് ഒരു അപേക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ തെളിവുകൾ വീണ്ടും കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ അപേക്ഷയോടൊപ്പം ചേർത്ത് കൊടുക്കാൻ ഈ അക്ഷയ സെന്ററിന്റെ ഉടമയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ ഏതെങ്കിലും വകുപ്പിലേക്ക് ഓരോ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉപോത്ബലകമായ തെളിവുകൾ, അത് സർട്ടിഫിക്കറ്റുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ആധാരത്തിന്റെ കോപ്പിയാകാം, ഈ തരം എല്ലാ കോപ്പികളും ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. അത് അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുക്കേണ്ടി വരില്ല. അത് വീണ്ടും ആ അക്ഷയ സെന്ററിന്റെ ഉടമ നിങ്ങളുടെ അപേക്ഷ ഇലക്ട്രോണിക് ആയിട്ട് ഫയൽ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ തന്നെ എടുത്ത് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് പല പ്രാവശ്യം ഈ രേഖകൾ കൈകൊണ്ട് നടക്കുകയും അതിന്റെ കോപ്പി എടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പല പല ഓഫീസുകളിൽ കയറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ട ആവശ്യം വരില്ല. ഈ പല പല ഓഫീസുകളിൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ആധാരമായ ഡേറ്റ അതാത് വകുപ്പിൽ ഇലക്ട്രോണിക് ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഡേറ്റ വേറെ ഏതെങ്കിലും വകുപ്പ് അപേക്ഷ പരിഗണിക്കുമ്പോൾ ആ ഡേറ്റയുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഒരു നടപടിയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിളിന്റെ അപേക്ഷയ്ക്ക് ഓൾറെഡി അങ്ങനെ SLCയുടെ ബുക്ക്, നമ്മുടെ അഡ്രസ് പ്രൂഫിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം അങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും പല ഓഫീസിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും രേഖ വാങ്ങിച്ച് അതും കൂടെ കൂട്ടി വേറൊരു രേഖയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട സാഹചര്യം കാലക്രമേണ ഇല്ലാതാവും. പിന്നെ ഇതിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇപ്പം അക്ഷയ സെന്റർ മുഖേന മാത്രമാണ് അപേക്ഷിക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിസ്ട്രിക്റ്റിന്റെ ഒരു പോർട്ടലാക്കി മാറ്റി ഇതിനെ പബ്ലിക്കിന് എവിടെ നിന്നും അവരുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് നിന്നോ അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അധികം താമസിയാതെ കിടക്കും. അപ്പൊ എപ്പോഴും അക്ഷയ സെന്ററിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിൽ കമ്പ്യൂട്ടർ സ്കാനറും ഉള്ള ആളാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കുകയും അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇന്റർനെറ്റിൽ കൂടി വീട്ടിലിരുന്ന് തന്നെ പ്രിന്റ് ഔട്ട് ചെയ്യാനുള്ള സൗകര്യവും അധികം താമസിയാതെ ഉണ്ടാകുന്നതാണ്. പക്ഷേ എല്ലാ അപേക്ഷകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ ഫുള്ളായിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഈ കാര്യത്തിൽ കയ്യിലുള്ള ഒരു അക്ഷയ സെന്ററിൽ പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല അറിവും കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളുകൾക്ക് മറ്റ് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെന്ററിൽ പോയി അപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഈ വരുന്ന മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. നമ്മുടെ പ്രാക്ടീസ് വെച്ച് നോക്കുമ്പോൾ ഈ മാസങ്ങളിൽ ഓരോ വില്ലേജ് ഓഫീസിലും ഒരു ദിവസം 300, 400, 500 വരെയൊക്കെ അപേക്ഷകൾ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ആളുകൾ കൃത്യസമയത്തിന് വളരെ നേരത്തെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാകും. അല്ലെങ്കിൽ ഈ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത് കൊണ്ട് ആപ്ലിക്കേഷൻ കണ്ടമാനം ക്ലോഗ് ചെയ്ത് കൂടുതൽ നമ്പർ വന്നിട്ട് ആളുകൾ ബുദ്ധിമുട്ടാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വേണ്ട സർട്ടിഫിക്കറ്റ്